അൻവർ കമ്മലിട്ട് നടക്കേണ്ടി വരുമോ അതോ ഇഞ്ചോടിഞ്ചാണോ? ഒരുപക്ഷെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം തന്നെയായിരിക്കാം അദ്ദേഹം അത്തരം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടാവുക. കാരണം മലബാറിൽ മൊത്തം മലപ്പുറം ജില്ല കൂടി കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ പെരിന്തൽമണ്ണ വരെ നോക്കുകയാണെങ്കിൽ 48 മണ്ഡലങ്ങൾ. അതിൽ തന്നെ ചില സർവേകളെങ്കിലും 37 വരെ സീറ്റുകൾ പറയുന്നുണ്ട്. മണ്ഡലം തിരിച്ച് 33 മുതൽ 34. സ്വാഭാവികമായും 33 മുതൽ 37 വരെ സീറ്റുകൾ നേടണമെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ വലിയൊരു പ്രകടനം UDF നടത്തണം. കാരണം 2001 തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു MLA പോലും കോൺഗ്രസിനില്ലാത്ത സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ ഒരു വലിയ മുന്നേറ്റം UDF നടത്തുമെന്നൊരു കണക്കൂട്ടൽ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ആ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലായിരിക്കണം അദ്ദേഹം അത്തരൊരു പ്രതികരണം നടത്തിയിട്ടുണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ബേപ്പൂരിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ PV അൻവറിന് ജയിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം 80 മുതലുള്ള തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ LDF മാത്രം, അതിൽ തന്നെ CPM മാത്രം ജയിച്ച മണ്ഡലം. ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പ് ഒരു വലിയ UDF തരംഗം ഉണ്ടായിട്ടുള്ളത് 2001 അന്ന് പോലും വ്യക്തമായ ഭൂരിപക്ഷം LDFന് കൊടുത്ത മണ്ഡലമാണ് ബേപ്പൂർ. 5316 വോട്ടോ മറ്റായിരുന്നു അന്ന് 2001 ഭൂരിപക്ഷം. അപ്പോൾ LDFൻ്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. മാത്രമല്ല മുഹമ്മദ് റിയാസിനെതിരെയുള്ള പോരാട്ടം, മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോരാട്ടം എന്ന് വിശേഷിപ്പിച്ചാണ് അദ്ദേഹം അവിടെ വരുന്നത്. പിണറായി വിജയനെതിരായ പോരാട്ടം എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നതാണ്. പക്ഷേ മുഹമ്മദ് റിയാസ് കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട് കുറേ കാലങ്ങളായി പ്രവർത്തിച്ച പരിചയമുള്ളതാണ്. എനിക്ക് തോന്നുന്നു ബേപ്പൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം കഴിഞ്ഞ തവണ വിജയിച്ചേക്കുന്നത്, ഏതാണ്ട് 29,000 അടുത്ത വോട്ടുകൾ. അപ്പോൾ PV അൻവറിന് ജയിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഏതായാലും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടൊരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടലുണ്ടാവാം. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരം പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ UDF അപ്രവാദിത്വമുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ സ്വീപ്പ് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ വലിയ മുന്നേറ്റം നടത്തി, ജില്ലാ പഞ്ചായത്ത് LDFിൽ നിന്ന് നഷ്ടപ്പെട്ടു, കോർപ്പറേഷനിൽ കേവല ഭൂരിപക്ഷമില്ല. അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും ബേപ്പൂരിൽ ഭൂരിപക്ഷം LDFനാണെന്നുള്ള പ്രത്യേകതയുണ്ട്. വാർഡ് അടിസ്ഥാനത്തിലുള്ള കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് നേരിയ വ്യത്യാസമാണെങ്കിൽ പോലും 1500 വോട്ടുകൾക്ക് ബേപ്പൂരിൽ LDFന് ലീഡുണ്ട്. അതിൽ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ 14 ഡിവിഷനുകളുടെ കണക്ക് വരുമ്പോൾ ഏതാണ്ട് 9 ഡിവിഷൻ LDF ആണ്, 4 UDF ഉള്ളത്, ഒരു NDA വരുന്നു. 2 നഗരസഭകളിലാണ് വലിയ ഭൂരിപക്ഷം UDFനുള്ളത്. അതിൽ തന്നെ രാമനാട്ടുകരയിലാണ് വലിയ ഭൂരിപക്ഷം കാണിക്കുന്നത്. ഒപ്പം കടലുണ്ടി പഞ്ചായത്ത് LDFനൊപ്പമാണ്. അപ്പോൾ ഒരു ഒപ്പത്തിനൊപ്പം എന്ന് പറയാവുന്ന സാഹചര്യം മാത്രമാണ് ഇപ്പോഴും ഉള്ളത്.